എന്റെ പുണ്യ നോനാണെങ്കിൽ പറഞ്ഞു ഒന്ന് കേൾക്ക്. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്? അല്ല പോയോ? എടി എടി എന്റെ മോളെ തല്ലാ മാത്രം നിന്റെ തന്ത കാണാനും വളർന്നെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലാടി. അയ്യോ അടിമുട്ടി. ഈ പോടി അവിടുന്ന്. എന്റെ മോളെ തല്ലേ എന്റെ മോളിൽ അടിച്ചത് മതി. ഇവരാരെങ്കിലും മണം പിടിച്ചു മാറ്റണം. അമ്മായി ഓടി വരണേ ഓടി വരണേ ഓടി വരണേ ഓടി വരണേ. ഇവരാരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റേ. ഒന്ന് കണ്ടിട്ടൊന്ന് പിടിച്ചു മാറ്റേ. എന്നെ വിട. തള്ള നിങ്ങളെ മോളെ പുഴയിലിട്ട് തല്ലി. എന്റെ മോള് വിശാലാക്ഷി കരയരുത്. കരയേണ്ടത് അവളാ, നാരായണി. അവളെ ഞാൻ കരയിപ്പിക്കും. കാർന്നോരെ ഒറ്റയ്ക്ക് പോകരുത്. നാരായണി തള്ളയുടെ കൂടെ കുറെ ആളുകളുണ്ട്. കുറച്ചാളുകളെ നിങ്ങളും വിളിച്ചോളി. നോക്കി നിൽക്കാതെ പോയി തല്ലടാ. ഞാനും പോണം പുല്ലേ. നീ എന്റെ മോളെ തല്ലി അല്ലേ? ഇനിയും തല്ലൂടെ കേട്ടെ. നീ എന്ത് ചെയ്യൂടാ? ഇത് തന്നെ ശരിയാ. മൃഗം കടുതൊടി തട്ടി താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പണ തുടരെ താളം തുള്ളി കളി തുടരെ. മൃഗം കടുതൊടി തട്ടി താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പണ തുടരെ താളം തുള്ളി കളി തുടരെ. വടിവിൽ തടയും പിടിവലിയും നെട്ടോട്ടം കൂട്ടിപ്പായും കൂട്ടം ഇത് കിണ്ടാട്ട കൂത്താടുമ്പേ കൂട്ടം. മൃഗം കടുതുടി തട്ടിത്താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പട തുടരെ താളം തുള്ളി കളി തുടരെ. ചിങ്കാരപ്പുങ്കും കാട്ടി ചെഞ്ചോര കണ്ണോടെ കുലിവേഷം കെട്ടി ചുറ്റി പീക്കിരി കാട്ടല്ലേ. ചിങ്കാരപ്പുങ്കും കാട്ടി ചെഞ്ചോര കണ്ണോടെ കുലിവേഷം കെട്ടി ചുറ്റി പീക്കിരി കാട്ടല്ലേ. തണ്ടു നടിച്ചൊരു മണ്ടന് പണ്ടൊരു കുണ്ടു കിടച്ച കഥാന്തരമെന്നൊരു ഫലിതം ഫലിതം ഫലിതം. തണ്ടു നടിച്ചൊരു മണ്ടന് പണ്ടൊരു കുണ്ടു കിടച്ച കഥാന്തരമെന്നൊരു ഫലിതം ഫലിതം ഫലിതം. ഇത് കടവക്കര മണ്ട ശിരോമണി ഭീമവനാക്കവനായി ഒരു ചെറുഭൂവിനു തണ്ടി നടന്നൊരു പടുകുഴി തോണ്ടുകയായി. മതിയടി തിരുതരിതം പിടലിൽ ഞാൻ തിരുതരുതേ. അടിയട പിടിയട പടുകട തുടരട തിരുടട വിലട തിരയട മലമടിയാ.
മഷിനോട്ടം തട്ടിപ്പാക്കി മന്ത്രങ്ങൾ തന്ത്രം കാട്ടി കാവടിയാടല്ലേ മാളോരെ കെണിയിൽ വീഴ്ത്താൻ മഷിനോട്ടം തട്ടിപ്പാക്കി മന്ത്രങ്ങൾ തന്ത്രം കാട്ടി കാവടിയാടല്ലേ പൊക്കി നടന്നൊരു മക്കട നിന്നൊരു പൊക്കണമേറ്റി നടന്നു വരുന്നത് ഭരിതം 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 പൊക്കി നടന്നൊരു മക്കട നിന്നൊരു പൊക്കണമേറ്റി നടന്നു വരുന്നത് ഭരിതം 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 ഭ ഭ ഭ ഭ പുതിയൊരു ഭീകരമാന്ത്രിക താന്ത്രിക ശൂരവിചാരനായി ഇവിടെ ഒരു ഭാരക ഘോര ഭയങ്കര ഭാരതുരക്കുകയോ പട്ടത്തുടരാം വെടിപുകയാം കടിതകരാം കടലികത അടിയട പിടിയട പടുകത തുടരട തിരുടട തിരട തിരയട വരമടിയാ തോം തിത്തോം മൃദം കടുതുടി തട്ടി താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പട തുടരെ തെയ്യം തുള്ളി താളം തുള്ളി കളി തുടരെ 18 പകിടകളും പടിവിൽ തടയും പിടിവലിയും നെട്ടോട്ടം കൂട്ടിപ്പായും കൂട്ടം ഇത് കിണ്ടാട്ട കൂത്താടുമ്പേ കൂട്ടം ഉൽപ്പലാക്ഷ നിന്റെ ഊഴമായി കണാരം കാർന്നോരും നാരായണി തള്ളയും തമ്മിലുള്ള യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും തീരില്ല അതിന്റെ തീ അണയുന്നതിന് മുമ്പ് നീ എവിടെ എത്തണം? സംഗതി ഇത്രയും വഷളായ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവമാനങ്ങനെ എന്നെ എടുത്തിട്ട് പൊരിക്കൂ. പൊരിക്കുകയും പുഴുങ്ങുകയും ഒന്നുമില്ല, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. പിന്നെ ഒരു കാര്യം, എന്താ? അവിടെ നിനക്കെതിരെ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും നീ പ്രതികരിക്കരുത്. എന്റെ ദേഹത്ത് തൊട്ട് കളിച്ചാൽ കളി മാറും, ഞാൻ പ്രതികരിക്കും. കരിക്കരുത്, അങ്ങനെ കരിച്ചാൽ എന്റെ പദ്ധതിയെ കഴിയും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. നീ നാട്ടുകാരെ കയ്യിലെടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് ആ കള്ള തിരുമാലികളുടെ മഷിക്കുപ്പി തല്ലി പൊട്ടിക്കണം. എന്റെ ജീവിതം തൊലച്ച മഷിയാണ് മഷി എങ്കിൽ മഷി. ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വരേണ്ടത്? പറയാം. നാളെ സൂര്യൻ ഉദിച്ചെങ്കിൽ നീ യാത്രയാകുന്നു മുങ്ങാങ്കുഴിയിലേക്ക്. ഈ മുങ്ങാങ്കുഴിയിൽ ഒരു കാറോ? ധാരപ്പ ഇത്. ഇയാളെ എവിടെ എങ്ങും കണ്ട് പരിചയമില്ലല്ലോ. അതെ, ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. വല്ല മരുന്നും വാങ്ങാനായി. ഇവിടത്തെ മരുന്നുടിയാത്ത വല്ലവന്റെ ബന്ധുവാകും. നഷ്ടപരിഹാരം വാങ്ങാനേ. ചിലക്കാതെ പോടാ. വൈദ്യരല്ലേ? അതെ. എങ്ങനെ അറിയാം? കുനിക്കാട്ടുശ്ശേരി കറുപ്പൻ വൈദ്യരടുത്തല്ലേ വൈദ്യം പഠിച്ചിരുന്നത്? അദ്ദേഹമാണല്ലോ എന്റെ ഗുരു. അദ്ദേഹത്തിന്റെ പെങ്ങട മോനാ ഞാൻ, ഉൽപ്പലാക്ഷൻ. ഉൽപ്പൽ? എനിക്ക് വിശ്വസിക്കാനാവണില്ല. അന്ന് ഞാൻ കാണുമ്പോ ഗോരോചനാദി ഗുളികയുടെ അത്ര പോകുന്ന ചെക്കനാ. ഇപ്പോ മോമ്പാ, കുടിക്കാൻ ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, കുറച്ചു കഴിഞ്ഞ് ഊണ് മതി. പിന്നെ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ. അമ്മാവന്റെ ശിക്ഷ അനുസരിക്കാൻ കാത്തു നിൽക്കുന്നു. വൈദ്യർ അമ്മാവന് കത്തെഴുതിയപ്പോ കടയുടെ മേളിലൊരു മുറി ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് എഴുതിയിരുന്നില്ലേ? ഉവ്വ്, അത് ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുക. എങ്കിൽ അതെനിക്ക് വാടകയ്ക്ക് തരണം. ഒരു ചെറിയ പരിപാടി തുടങ്ങാനാ. വാടകയ്ക്കോ? എന്റെ ഗുരുനാഥന്റെ മരുമകന്റെ അടുത്ത് ഞാൻ വാടക വാങ്ങി. എന്താ ഉൽപ്പന ഈ പറയുന്നേ? ഇതാ പിടി മോനിത് പിടി. വലിയ ഉപകാരം. അല്ല, നിങ്ങൾ എന്താ മുകളിൽ നടത്താൻ പോണ്? അതൊക്കെ ഈ ബോർഡിലുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാനത് അവിടെ തൂക്കും. അപ്പൊ പറഞ്ഞാ മതി. ഞാനെടുക്കാം. മോൻ വാ വാ. സൂക്ഷിച്ചു കയറണം, പഴയ കോണിയാ. ഇതുപോലെ എത്ര കോണി കയറിയവനായി ഉൽപ്പലാക്ഷൻ. കേറ് കേറ്. എന്തായിരിക്കും ആ ബോർഡില്? ഇനി വല്ല ഡോക്ടറോ മറ്റോ ആണോ? എങ്കിൽ വൈദ്യരെ ആഫീസ് പൂട്ടും. അകത്തേക്ക് വലത് കാലെടുത്ത് വെച്ച് കയറിക്കോളൂ. അതിനിത് മണിയറയൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ മണിയറയാക്കി മാറ്റാം. പിന്നെ എല്ലാം ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഒക്കെ റെഡി. ആദ്യം ഈ ബോർഡ് ഒന്ന് തൂക്കാം. അതാ ബോർഡിൽ നിന്നു. അതെ, പാര. വടക്കേക്കര കണാരനും തെക്കേക്കര നാരായണിക്കും പാര. ഇനി ഇവിടെ ഒരു കളി നടക്കും. ആടിത് കണ്ടായോ കാമരൂപിണിയായ താതക വധിക്കുന്ന കാലനെ. കിഴക്കേ പറത്ത് തോട്ടത്തിന്നാ ഇതിവിടെ ഇരുന്നോട്ടെ. ഇതൊക്കെ എന്തിനാ ചാത്ത? കഴിഞ്ഞ വർഷം കുലകെട്ട കള്ളനെ കാരണൊരു മഷി നോക്കി പിടിച്ച പിന്നെ ഇതുവരെ കള്ളന്റെ ഉദ്യോഗം ഉണ്ടായിട്ടില്ല. അതുണ്ടാവില്ല.
ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ നാട്ടിൽ കള്ളന്മാരുണ്ടാവില്ല. അതിരിക്കട്ടെ, പുതുതായിട്ട് വന്ന മഷിതോട്ടക്കാരെങ്ങനെയുണ്ട്? പേര് കേട്ട നിങ്ങൾ രണ്ടുപേരോട് ഉള്ളപ്പോ നാട്ടുകാരെങ്കിലും അവന്റെ അടുത്ത് പോവോ? പോരുത്. അവന്റെ അടുത്ത് മാത്രമല്ല, അവളുടെ അടുത്തും. ഈ നാട്ടിൽ മഷി നോക്കാൻ ഇവിടത്തെ കഴിഞ്ഞൊരാളുണ്ടോ? സോപ്പ് എന്തോ തരാ? അല്ല, കുളിക്കാനുള്ള സോപ്പ് തീർന്നെന്ന് ഞാൻ പറയുകയായിരുന്നു. അധികം വിളയില്ല കേട്ടോ. രാമ, എന്തോ ഉൽപ്പലാഷിന്റെ അടുത്ത് ആരും പോകുന്നില്ലെന്ന് കേട്ടോണ്ട് മാത്രം എനിക്ക് സന്തോഷാവോ? പിന്നെന്താ വേണ്ടത്? കാണാന്റെ അടുത്തും ആരും പോകരുത്, മഷി നോക്കാൻ. മനസ്സിലായി. ഏതു നേരം കവലയിൽ ഒരു കണ്ണു വേണം. ഉവ്വ, ആരെങ്കിലും വന്നാൽ വഴി തെറ്റാതെ ഇവിടെ എത്തിക്കണം. അത് ഞാനേറ്റു. ഇവിടെ വന്നാൽ വഴി പഴക്കുമല്ലോ. എന്തോതരാ? ഞാനൊന്നും പറഞ്ഞില്ലേ? നമ്മള് പറഞ്ഞു ഇതല്ലേ മഷിനോട്ടക്കാരുടെ ഗ്രാമം. അതെ. കൂട്ടത്തിൽ ആരാ നല്ലത്? സംശയം എന്തിനാ? കാണാൻ കാരണം തന്നെ ഒന്നാമത്തെ. നിക്ക് അതൊക്കെ പണ്ട്. ഇപ്പൊ സത്യമാണെങ്കിൽ നാരായണിത്തല തന്നെ കാണണം. അതിന് വേറെ ആളെ നോക്കണം. ഇയാളെ ഞാൻ കൊണ്ടുപോകും. എന്താ ഇത്? നമ്മുടെ ഗ്രാമത്തിൽ വന്ന ഒരാളോട് അപമര്യാദയായി പെരുമാറുക? അയ്യേ, ഞാൻ കൊണ്ടുപോവാ. ഇവരൊന്നും ശരിയല്ല. നല്ല ഒന്നാന്തരമാണ്. ഞാൻ കാണിച്ചുതരാം. മണ്ടന്മാര് അപ്പം കൊണ്ട് കുറുക്കം പോയി. നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ പോയി വിവരമൊക്കെ പറഞ്ഞിട്ട് വരാം. മൂപ്പര് ചിലപ്പോ പ്രാർത്ഥനയിലായിരിക്കേ. ആട്ടെ, എന്തിനെ പറ്റി അറിയണ്ടേ? ഭാര്യയുടെ കാര്യമാ. അയ്യാ, പാട്ട് കേട്ടിരിക്കാ. ഒന്ന് വേഗം റെഡിയാ. ഒന്ന് വേഗം റെഡിയാവാൻ. എന്തു പറ്റി? ഒരു കോള് വന്നിട്ടുണ്ട് മഷി നോക്കാൻ. എന്റെ അമ്മോ, എനിക്ക് വയ്യ. കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്ന സാധന. എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പിയേ പറ്റൂ. എന്ത് പറയും? അത് പറഞ്ഞതാ. അയാൾക്ക് അയാളുടെ ഭാര്യയെ പറ്റി അറിയേണ്ടത്. അയാളുടെ ഭാര്യയെ പറ്റി എനിക്ക് എങ്ങനെ അറിയാം? എടാ മരം മണ്ട. മണ്ടാകണ്ടെന്നുള്ള വിലയൊന്നും വേണ്ട. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ആ. ഭാര്യയെ പറ്റി ഒരു ഭർത്താവ് മഷി നോക്കാൻ വരുമ്പം അവന് അവരെ സംശയം ഉണ്ടാകുന്ന ഉറപ്പ്. വല്ല ജാരനുണ്ടെന്നോ വഞ്ചകയാണെന്നോ പെശകാണെന്നോ ഉണ്ടെന്നോ തട്ടി വിട്ടേക്ക്. ഞാനിതാ പോണ്. നീ നേരെ ഇരി, ഞാൻ അയാളെ കെട്ടുവിടാം. അപ്പൊ ഈ കുന്തൊക്കെ എടുത്ത് കളാ. ഇപ്പൊ ശരിയായി കൊടുക്കാം. എല്ലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നാ മതി. ഓ, വലിയ ഉപകാരം. ഓം നമഃ ശിവായ നാരായണായ എന്റെ കാര്യം ആദ്യം ഇരിക്കുക. ഓം. എന്റെ ഭാര്യയുടെ കാര്യമാ. കുറച്ചു കാലമായിട്ട് ഒരു സംഗതി അവളെ വിടാതെ പിടിച്ചിരിക്കുക. എല്ലാം എനിക്കറിയാം. ഇതെല്ലാം എനിക്കറിയാമായ നമഃ. ഓം വൃദ്ധായ നമഃ. ഓം ആയുഷ്മാൻ ഭവ. ഓം വൃദ്ധായ. നിങ്ങളറിയാതെ മറ്റൊരു പുരുഷനുമായുള്ള അവരുടെ ബന്ധം മഷിയിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇത്രയും വഞ്ചകയായ അവളെ ഇനിയും നിങ്ങളുടെ കൂടെ താമസിപ്പിക്കുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. എടാ, വാദം പിടിച്ച് തന്നു വെക്കുന്ന എന്റെ ഭാര്യയുടെ അസുഖത്തിന്റെ കാര്യം അറിയാലോ ഞാൻ വന്നത്. വൈദ്യര് പറഞ്ഞത് നീയും നിന്റെ വൈദ്യരും കൊല്ലും ഞാൻ എല്ലാത്തിനും. എന്റെ ഭാര്യ പരിശുദ്ധയാടാ, പരിശുദ്ധ. നീയും നിന്റെ ബാഗ് ഒരു മഷിനോട്ടം മനുഷ്യനെ കബളിപ്പിക്കാൻ. എന്തായി? കാര്യങ്ങളൊക്കെ മംഗളായില്ലേ? എന്റെ ഭാര്യയ്ക്ക് ഒരു രഹസ്യക്കാരനെ ഉണ്ടാക്കാനാണ് താൻ അവന്റെ അടുത്ത് കൊണ്ടുപോയത്. എന്താ പറ്റിയത്? അത് അവനോട് ചോദിക്കേ. പിന്നെ ഒരു കാര്യം, എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതരുത്. വരുന്നുണ്ട് ഞാൻ കുറെ ആൾക്കാരുമായിട്ട്. എന്തിനാ? അവനെ നിന്നെ കൊല്ലാനായിട്ട്. ഇവിടെയും വഴിയാധാരമായല്ലോ എന്റെ ഭഗവാനെ. പുഴക്കരയെങ്കിൽ പുഴക്കര. ഇനി ഇങ്ങോട്ട് പോകാനാണെന്ന്. ഇങ്ങനൊരു ജന്മം. ഒന്ന് വേഗം നടക്ക്. വെറുതെ അല്ല നിന്നെയൊക്കെ പോത്തേന്ന് വിളിക്കുന്നത്. കട്ടോണ്ട് വരാനുള്ള യാതൊരു ബോധമില്ല നിനക്ക്. എന്താ പുല്ലും തിന്നൂലേ? നോൺ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. ഒന്ന് സഹകരിക്കൂ. കളിക്കല്ലേ കളിക്കല്ലേ കളിക്കല്ലേ. അയ്യോ, ഈ പാതിരാത്രി ഏത് പന്നിയാടെ ഇവിടെ വന്ന് കിടക്കുന്നത്? അയ്യോ, വരൂ മകനെ, നിന്റെ സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വരില്ല. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. എനിക്ക് മരിക്കണ്ട. നീ മരിക്കണം. അയ്യോ, നിന്നെ ഞാൻ കൊല്ലും. എന്റെ ദൈവമേ. എന്താ? എന്റെ ചെരുപ്പ്. അത് വേണമെങ്കിൽ നീ എടുത്തോ. രക്ഷപ്പെട്ടു.
ഒന്ന് വേഗം വാ, നേരം എടുപ്പിക്കല്ലേ. ദൈവമേ, എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നത് ഈശ്വരാ. മാർക്കണ്ട എന്നെ രക്ഷിച്ച് അങ്ങനെ എന്നെയും രക്ഷിക്കണേ. കാലൻ എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. അവിടുന്ന് കണ്ണുറക്കണേ. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. സ്വൈര്യമായിട്ടൊന്നും മോഷ്ടിക്കാൻ കൂടി സമ്മതിക്കില്ല. ഇവരിട്ടൊരു പണി കൊടുക്കുക തന്നെ. ഉൽപ്പലാക്ഷ. ദൈവമേ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എല്ലാ നാമങ്ങൾക്കും അധിപനാണ് നാം. എന്താ നിന്റെ പ്രശ്നം? എന്നെ കൊണ്ടുപോകാൻ കാലം കാത്തു നിൽക്കുന്നു. പേടിക്കണ്ട, കാലൻ എന്നോടൊത്തൊരു ഡിസ്കഷൻ വന്നതാ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ധൈര്യമായിരിക്കൂ, നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. ഉറപ്പാണോ? ഉറപ്പ്. ആദ്യം കണ്ണു തുറക്കാതെ തറയിൽ കമിഴ്ന്നു കിടക്കണം, നേരം വെളുക്കുന്നതുവരെ. കിടന്നു. അനങ്ങരുത്. ഇല്ല. ശ്വാസം പോലും വിടരുത്. ഇല്ലേ ഇല്ല. അനങ്ങിയാൽ നിന്റെ മരണം ഉറപ്പ്. അയ്യോ. ഇനി ഞാൻ എന്റെ ഡിസ്കഷൻ തുടങ്ങട്ടെ. കൊള്ളാം. കാലൻ ഡിസ്കഷൻ നടത്താൻ ദൈവത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? സത്യമാണ് വൈദ്യരെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്താ വൈദ്യരെ, രണ്ടാളും കൂടി ഒരു കളിയും ചിരിയൊക്കെ നമ്മളും കൂടി ഒന്ന് കേക്കട്ടെ. അല്ല, ഉൽപ്പലാക്ഷം പറയായിരുന്നു. വൈദ്യരെ, അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടി ഇന്നലെ രാത്രി ആരെ കട്ടോണ്ട് പോയി. എല്ലാവരും അമ്പലത്തിൽ കൂടിയിരിക്കണം. വൈദ്യരോട് കൂടി ചെല്ലാൻ പറഞ്ഞു. ഉൽപ്പലാക്ഷ, നേര് പറ, ആരാ ഭണ്ഡാരം മോഷ്ടിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, കാലനായിരിക്കും. എന്നെ കിട്ടാത്ത ദേഷ്യത്തിന് ഭണ്ഡാരം കട്ടോണ്ട് പോയതാ. സത്യം പറ, നീ അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ച് കള്ളക്കഥ പറയല്ലേ? ഈ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ നേരെ. കയ്യെടുക്കടാ. എടാ, കയ്യെടുക്കാൻ. എന്റെ തല തെറിച്ചു പോയാൽ നിനക്കെന്താ? ഇനി നമ്മൾ അവിടെ ചെന്നില്ലേ നമ്മളെ സംശയാവും. ഞാൻ വരണോ? വരണം. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ഇവിടെ പറഞ്ഞ കാലന്റെ കഥയെങ്ങാനും അവിടെ ചെന്ന് പറഞ്ഞ നാട്ടുകാര് തല്ലി ചതച്ച് യഥാർത്ഥ കാലിന്റെ അടുത്ത് കൊണ്ടുവന്നാക്കും. നിന്നെ മാത്രമല്ല, നിന്നെ പാർപ്പിച്ച എന്നെയും. ഞാൻ ചെന്നില്ലാന്ന് വേണ്ട. കളിച്ച് കളിച്ച് പടച്ചവന്റെ മുതലെടുത്തിട്ടായി കളി. 40-40 കൊല്ലമായിട്ട് ഇവിടുത്തെ ശാന്തിക്കാരനാണ് ഞാൻ. ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു സംഭവം. തിരുവേലി വിഷമിക്കരുത്. തമ്പുരാന്റെ പണം എങ്ങും പോവില്ല. കട്ടവൻ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തരും. വൈദ്യര് വന്നല്ലോ. അറിഞ്ഞില്ലേ വിശേഷം? അറിഞ്ഞിടത്തോളം ഒക്കെ മതി. ലോകാവസാനായി എന്നാ തോന്നണേ. ലോകാവസാനത്തിന് മുമ്പെങ്കിലും കള്ളനെ പിടിക്കണം. അതിന് പറ്റിയ ആളോടുണ്ടല്ലോ. ഉൽപ്പലാക്ഷം മഷ നോക്കട്ടെ. അതിലും വേണം നമ്മൾ ആരെങ്കിലും നോക്കാവും. ഇവർ ഇന്നലെ നോക്കിയ കഥ നമുക്കറിയാലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഉൽപ്പലാക്ഷന്റെ വകയിൽ ഒരാൾ മിനിയാന്ന് രാത്രി ചത്തു. പുലതീര് മുമ്പ് നോക്കിയതാ കുഴപ്പമായത്. ഇനിയിപ്പോ നാരായണത്തള്ളയും കണാരം കാണുന്നവരും ഒക്കെ ഇല്ല ഇവിടെ. അവര് പോരെ. അതിലാരുടെ അടുത്ത് പോണമെന്ന് തർക്കം വേണ്ട. നാരായണത്തള്ള തന്നെ ആയിക്കോട്ടെ. അത് മതി. ഓ, അല്ല, എല്ലാവരും ഉണ്ടല്ലോ. വരൂ വരൂ. തമ്പുരാന്റെ മുതല് പോകുമ്പോ ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. ഞാനായിട്ട് അഹങ്കരിക്കാന്ന് കരുതരുത്. ഈ നാട്ടില് മഷി നോക്കി സത്യം പറയാം വേറെ ആരാ ഉള്ളത്? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ വന്നത്. ആ, എല്ലാവരും അകത്തേക്ക് ഇരുന്നാട്ടെ. ഈശ്വര, അവിടുത്തെ പണം മോഷ്ടിച്ചോനെ ഈ മഷിയിൽ തെളിയിച്ചു തരണേ. ഓം ശ്രീമം ശ്രീ. എന്റെ ഭഗവതി, എന്തു പറ്റി? കള്ളൻ ആരാണെന്നൊന്ന് വേഗം പറയൂ. അവനെ കയ്യിൽ കിട്ടിയിട്ട് വേണം മുക്കാലി കെട്ടി അടിക്കാൻ. അടിച്ചാലൊന്നും പോരാ, കൊല്ലണം. എന്തായാലും പറയൂ. എനിക്കൊന്നും കാണുന്നില്ല. മഷിയിലൊന്നും തെളിയുന്നുമില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഒന്നും കാണുന്നില്ലെന്നോ? എന്നോട് ക്ഷമിക്കണം, എനിക്കിത് പറയാൻ വയ്യ. ഇതിനിവിടേക്ക് വന്നാ നമ്മളെ വേണം മുക്കാലി കെട്ടി അടിക്കാൻ. മുമ്പൊക്കെ കഴിവുണ്ടായിരുന്നു. തല്ലും കൂട്ടുമായിട്ടൊക്കെ പോയി. ഈശ്വരകോപം അല്ലാണ്ട് എന്ത് പറയാനാ? അതെ, ഏതായാലും കഷ്ടമായിപ്പോയി. വരട്ടെ.
എന്റെ പുലകുളി അടിയന്തരം കണ്ടേ നീ അടങ്ങൂ